വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം കൂടി പുറത്തു വരുന്നത് നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ടാണ്. ഇതിൽ ലോൺ ആപ്പുകാരുടെ ഭീഷണി പോലീസ് തള്ളുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. അന്വേഷണ പരിധിയിൽ ലോൺ ആപ്പിന്റെ മെസ്സേജുകൾ, ടീച്ചറുടെ നമ്പറിലേക്ക് വന്ന മെസ്സേജുകൾ, കോളുകൾ അടക്കം പരിശോധിക്കും എന്നാണ് മനസ്സിലാക്കേണ്ടത്. നിതിൻ ജീവനൊടുക്കുന്നതിന് മുൻപും ടീച്ചർക്ക് ഇത്തരം സന്ദേശങ്ങൾ വന്നതായി കണ്ടെത്തലുണ്ട് പോലീസിന്റെ ഭാഗത്തുനിന്ന്. KV ബൈജു വിവരങ്ങൾ പങ്കുവെക്കുന്നു. ബൈജു, 14,000 രൂപയോളം നിതിന് ലോൺ എടുത്തിരുന്നു ഈ ലോൺ ആപ്പ് വഴി എന്നാണ് മനസ്സിലാകുന്നത്. ടീച്ചർക്ക് നമുക്കറിയാം കോൺടാക്ട് നമ്പറുകളൊക്കെ അവർക്ക് ലൊക്കേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അതിൽ ലഭിച്ച ഒരു കോൺടാക്ട് നമ്പറാണ് ഈ ടീച്ചറുടേത്. തുടർന്ന് ലോൺ ആപ്പുകാർ ടീച്ചറെ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയായിരുന്നു. ഇതിവർ പോലീസിൽ പരാതിപ്പെടുകയും മറ്റും ചെയ്തിരുന്നു. ഇതൊരു പ്രധാന കാരണമായി, മാനസിക സമ്മർദ്ദമടക്കം ഉണ്ടാക്കാനുള്ള പ്രധാന കാരണമായി ഇപ്പോൾ പോലീസ് മനസ്സിലാക്കുന്നുണ്ടോ? തീർച്ചയായും രഞ്ജിത്തെ, വളരെ പ്രധാനപ്പെട്ട നിർണായക വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ നിതിൻ രാജ് മരണവുമായി ബന്ധപ്പെട്ടിപ്പോൾ സൈബർ പോലീസ് കേസെടുത്തിരിക്കുന്നു. കണ്ണൂർ സൈബർ പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും ഈ ടീച്ചറുടെ പരാതിയിലാണ്, അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ ലത എന്ന് പറയുന്ന ടീച്ചറുടെ പരാതിയിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. അതായത് മരിക്കുന്നതിന് മുമ്പ് ഈ ടീച്ചറുടെ മൊബൈൽ ഫോണിലേക്ക് ഈ ലോൺ ആപ്പ് കമ്പനി മെസ്സേജുകൾ അയച്ചിരുന്നു, ഈ ലോൺ തിരിച്ചടക്കണമെന്നും മറ്റും ആവശ്യപ്പെട്ട്. ഇത് സംബന്ധിച്ച് എങ്ങനെയാണ് ഈ ഒരു നമ്പർ ഈ ലോൺ ആപ്പുകാർക്ക് കിട്ടിയതെന്നാണ് പ്രധാനമായും ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്നത്. ഏതായാലും ഇതിൽ എന്താണ് കൃത്യമായി ഈ ഒരു ആത്മഹത്യക്ക് പ്രേരിപ്പിച്ച ഘടകം, അതാണ് പോലീസ് അന്വേഷിക്കുന്നത്. ഇതിൽ ആരോപണ വിധേയരായ കുടുംബം ഉൾപ്പെടെ ആരോപിച്ചവർക്കെതിരെ കേസെടുത്തിട്ടുണ്ടെങ്കിലും 3 തലത്തിലുള്ള അന്വേഷണം നടക്കുന്നത്. അതിലൊന്ന് വളരെ പ്രധാനം ഇപ്പോൾ ഈ ലോൺ ആപ്പായി മാറുകയാണ്. രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ 14,000 രൂപയാണ് ഈ കുടുംബം പറയുന്നത്. 14,000 രൂപയാണ് നിതിൻ രാജ് ഇത്തരത്തിൽ ഈ ഒരു ലോൺ ആപ്പ് വഴി പണമെടുത്തിട്ടുള്ളത്. അത് അമ്മയുടെ സർജറിയുമായി ബന്ധപ്പെട്ട ആവശ്യത്തിനാണ് ഇങ്ങനെ ഒരു പണമെടുത്തത്. ഇത് തിരിച്ചടക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഡെന്റൽ കിറ്റ് വാങ്ങാൻ പണം ഉണ്ടായിരുന്നു. ആ പണമെടുത്ത് ഇവരുടെ സർജറിക്ക് ഉപയോഗിച്ചു. അതിനുശേഷം അമ്മയുടെ സർജറിക്ക് ഇങ്ങനെ ഒരു പണമെടുത്തെന്നാണ് ഈ ഒരു കുടുംബം തന്നെ സമ്മതിക്കുന്നത്. ഏതായാലും ഈ ഒരു ആപ്പ് ഇവർ എങ്ങനെയാണ് ഈ ടീച്ചറുടെ നമ്പർ കൈക്കലാക്കിയത്? നിതിൻ രാജ് അത് അത്തരം നമ്പർ കൊടുത്തതാണോ, അതല്ല ഈ കോണ്ടാക്ട്സ് ലിസ്റ്റിൽ നിന്നും ഇവർക്ക് ചോർത്തിയെടുത്തതാണോ ലോൺ ആപ്പ്? അത്തരം കാര്യങ്ങളെല്ലാം പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോൾ ഇതിൽ കേസെടുത്തിട്ടുണ്ട് എന്നത്. അങ്ങനെ ഒരു അന്വേഷണം കൂടി പോലീസ് നടത്തുന്നത്. ഇതോടൊപ്പം ഈ കുട്ടികളുടെ മൊഴി വളരെ നിർണായകമായിരിക്കും. ഡെന്റൽ കോളേജിലെ കുട്ടികളുടെ മൊഴി ഇന്ന് രേഖപ്പെടുത്തുന്നുണ്ട്. അതോടൊപ്പം ഈ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി കേസ് എടുത്ത അധ്യാപകരുടെ ചോദ്യം ചെയ്യൽ നടക്കും. ഇവരിപ്പോൾ ഒളിവിലാണ്. ഇനി പോലീസ് സ്റ്റേഷനിൽ ഹാജരാകും. അതല്ല ഇവർ മുൻകൂർ ഹർജിക്കും മറ്റും ശ്രമിക്കുമോ എന്നത് ഏതായാലും കാത്തിരുന്ന് കാണേണ്ടി വരും. ഇവരെ ചോദ്യം ചെയ്യൽ വളരെ പ്രധാനമാണ്. 3 തരത്തിൽ ഇത്തരത്തിൽ അന്വേഷണം നടക്കുന്നുണ്ട്. അതിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ലോൺ ആപ്പ് വഴിയുള്ള ഈ ഒരു സംഭവം. അതേ തുടർന്ന് ഇവരുടെ ഫോൺ നമ്പർ ഈ ടീച്ചറെ നിരന്തരം ബുദ്ധിമുട്ടിച്ചതും നിതിൻ രാജിനെ ഭീഷണിപ്പെടുത്തിയ കാര്യങ്ങളും. ആ കാര്യത്തിൽ ഒരു അന്വേഷണമുണ്ട്. 7 അംഗ സംഘമാണ് ഇത്തരത്തിലുള്ള അന്വേഷണം നടത്തുന്നത്. അതിൽ വളരെ നിർണായകമാവുക വീട്ടുകാർ പറഞ്ഞിരുന്ന ഒരു പരാതി എന്ന് പറയുന്നത് ഈ ലോൺ ആപ്പ് ഭീഷണി എന്നുള്ളത് വീട്ടുകാർക്ക് അറിയില്ലായിരുന്നു. ഈ ലോൺ എടുത്ത കാര്യം, നിതിൻ ലോൺ എടുത്ത കാര്യവും വീട്ടുകാർക്ക് അറിയില്ലായിരുന്നു. അധ്യാപികയ്ക്ക് ഭീഷണി കോൾ വന്നപ്പോൾ അത് വീട്ടുകാരെ അറിയിക്കാനും അവർ തയ്യാറായിരുന്നില്ല. പക്ഷെ അവർ പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ട്, അത് കൃത്യമാണ്. അപ്പോൾ അധ്യാപകരുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയെ അവർ ചൂണ്ടിക്കാണിക്കുന്ന ഇത്തരം കാര്യങ്ങളാണ്. ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളാകാം ഈ അധ്യാപിക ഈ പറഞ്ഞതുപോലെ നിതിനെ കുറ്റപ്പെടുത്തുകയും മോശമായി സംസാരിക്കുകയും ഒക്കെ ചെയ്യാൻ ഇടയാക്കിയ സാഹചര്യം ഒരുക്കി എന്നുള്ള വിലയിരുത്തലിലേക്ക് ഒരുപക്ഷെ അന്വേഷണം എത്തിയേക്കാം. രഞ്ജിത്ത്, തീർച്ചയായും അത്തരം രീതിയിലുള്ള അന്വേഷണം ഉണ്ടാകും. പക്ഷേ അതിനുള്ള അപ്പുറം നിതിൻ രാജിന്റെ ഒരു ശബ്ദ സന്ദേശം ഈ കേസിൽ വളരെ നിർണായകമാണ്. അതിൽ കൃത്യമായി നിതിൻ രാജ് താൻ നേരിട്ട ഈ ഒരു ദുരവസ്ഥ അതിൽ വിവരിക്കുന്നുണ്ട്. അതിൽ പ്രധാനമായും ഈ HOD ആയ MK റാമിനെതിരെയാണ് പ്രധാനമായും അതിൽ പറയുന്നത്. അതിൽ KT സംഗീതക്കെതിരെയും കൃത്യമായി പരാമർശമുണ്ട്. അതായത് ഈ ഇത്തരത്തിൽ ഒരു എവിടെയാണോ കുട്ടികൾക്ക് അവർക്ക് കൃത്യമായ പരിചരണം കിട്ടുന്നത്, അല്ലെങ്കിൽ അവർക്ക് ആശ്വാസം കിട്ടേണ്ടത്, അങ്ങനെയുള്ള ഒരു സ്റ്റാഫ് റൂമിൽ വെച്ച് വലിയ തോതിൽ അപമാനം നേരിടേണ്ടി വന്നിട്ടുണ്ട്. അത് വളരെ പ്രധാനമാണ് രഞ്ജിത്ത്. അത് പോലീസ് ഏതായാലും വളരെ പ്രധാനത്തോടെ തന്നെ അന്വേഷിക്കുന്നുണ്ട്. അതോടൊപ്പമാണ് ഇങ്ങനെ ലോൺ ആപ്പ് വഴിയുള്ള ഭീഷണി മറ്റേതെങ്കിലും അവസരത്തിൽ വലിയ തോതിൽ ഉണ്ടായിട്ടുണ്ടോ,
അത് അന്വേഷിക്കുന്നുണ്ട്. അതിനാണ് ഇപ്പോൾ സൈബർ പോലീസ് ഈ ടീച്ചറുടെ പരാതിയിൽ കേസെടുത്തിട്ടുള്ളത്. ടീച്ചർക്ക് നിരവധി മെസ്സേജുകളാണ്. ആ മെസ്സേജാണ് ഇപ്പോൾ ന്യൂസ് 18 പുറത്തുവിടുന്നത്. ടീച്ചർക്ക് ഈ ലോൺ ആപ്പ് അയച്ച ഭീഷണി സന്ദേശങ്ങൾ, അതാണ് ഇപ്പോൾ ന്യൂസ് 18 പുറത്തുവിടുന്നത്. ഈ കേസിൽ വളരെ നിർണായകമായേക്കാവുന്ന ഒരു തെളിവാണത്. ഇത് മാത്രമല്ല, പക്ഷേ ഒരുപാട് മാനസിക സംഘർഷത്തിലൂടെ നിതിൻ രാജ് കടന്നുപോയിട്ടുണ്ട്. അതിൽ ഒരു കാര്യം മാത്രമാണിത്. ഏതായാലും ആത്മഹത്യാ പ്രേരണ കുറ്റം, ഒപ്പം SC/ST അതിക്രമ തടയൽ നിയമം, അത് ജാമ്യമില്ലാ വകുപ്പാണ്. അത്തരത്തിലുള്ള കേസ് കൂടി ഇവർക്കെതിരെ എടുത്തിട്ടുള്ളത് വളരെ പ്രധാനമാണ്. ഇനി കൂടുതൽ അധ്യാപകരുടെ പേര് ഇപ്പോൾ കുടുംബം വെളിപ്പെടുത്തുന്നുണ്ട്. അത്തരത്തിൽ കൂടുതൽ പേരിലേക്ക് കേസ് വ്യാപിക്കുമോ എന്നത് ഏതായാലും പോലീസിന്റെ നീക്കങ്ങൾ ഇനി വരും മണിക്കൂറുകളിൽ അറിയാൻ പറ്റും. എന്തായാലും ഇവരെ 2 അധ്യാപകരെ ഉടൻ തന്നെ ചോദ്യം ചെയ്യും. അതോടൊപ്പം ഇവരുടെ സഹപാഠികളുടെ, വിദ്യാർത്ഥികളുടെ, അധ്യാപകരുടെ, മറ്റധ്യാപകരുടെയൊക്കെ മൊഴി രേഖപ്പെടുത്തുന്നുണ്ട്. ഇന്ന് അത്തരത്തിലുള്ള കാര്യങ്ങളാണ് പോലീസ്. തീർച്ചയായും ഇത്തരത്തിലുള്ള അന്വേഷണത്തിലേക്ക് കൂടി പോലീസ് സംഘം കടക്കുന്നുണ്ട്. ഈ ലോൺ ആപ്പുകളുമായി ബന്ധപ്പെട്ടുള്ള ഭീഷണി ഈ നിതിന്റെ മരണത്തിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തി എന്നുള്ളത് കൂടി പോലീസിന്റെ അന്വേഷണ വിഷയമായി വരികയാണ്.